إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أقم الصلاة لدلوك الشمس إلى غسق الليل. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا. صدق الله وبلغ رسوله النبي الكريم. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, പരിശുദ്ധമായ ജുമയുടെ സന്ദേശം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കാൻ ഞാൻ നിങ്ങളോടും എന്നോടും ഒരാവർത്തി കൂടി ഉണർത്തുകയും, പ്രഭാത നമസ്കാരം എന്ന് പറയുന്ന സുബഹി ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത ഊന്നിക്കൊണ്ട് നൽകപ്പെട്ട വളരെ കുറഞ്ഞ ഹിസ്സമായ ഈ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രസംഗം എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അല്ലാഹു തആല അത് പകർത്തുവാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ സൂറത്തുൽ ഇസ്രാഇന്റെ ഈ വചനം നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കാൻ മാത്രം അല്ലാഹു തആല മതിയാകുന്ന വിഷയം നമ്മൾ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. 3 സമയങ്ങളിലായി നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ എന്നാണ് അല്ലാഹു തആല അഖീമിസ് സ്വലാത്ത ലിദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈൽ, സൂര്യന്റെ ചലനത്തിന് അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ട ഇബാദത്തുകളാണ് നമസ്കാരങ്ങൾ എന്നുള്ളത്. അതിന്റെ അസ്തമയം മുതൽ അത് ഏകദേശം അസ്തമിച്ച് നമ്മുടെ ഇന്നത്തെ ഇശാ സമയം എന്ന് പറയുന്ന കൂരിരുട്ടിലേക്ക് അടുക്കുന്ന സമയം വരെയും ഉള്ള നമസ്കാരം. അതോടൊപ്പം ഖുർആൻ അൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന്റെ തിലാവത്ത് അഥവാ ആ നമസ്കാരത്തിനെയും നിങ്ങൾ ഹാജരാകുകയും, ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, സുബഹിന്റെ ഫജ്റിന്റെ സമയത്തുള്ള പാരായണം, ഖുർആനിന്റെ പാരായണത്തിൽ ഒരുപാട് സൃഷ്ടികളുടെ സാന്നിധ്യമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ശരീഫിൽ. സഹാബത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഏറ്റവും പ്രഗത്ഭനായ സഹാബത്തിന്റെ വിവിധ പാണ്ഡിത്യത്തിന്റെ രംഗത്ത് വലിയ വലിയ ഉയർന്ന സഹാബത്തുകളിൽ 1ാം സ്ഥാനത്തുള്ള ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഇദ്ദേഹം കഴിഞ്ഞിട്ടാണ് ഇബ്നു അബ്ബാസ് ഒക്കെ കിടക്കുന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിലും മുആദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിൽ നിന്നും പാണ്ഡിത്യം കൊണ്ട് വ്യക്തമായി ഉണർത്തിയിട്ടുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. മാ ഖാല ലക്കും ഇബ്നു ഉമ്മി അബ്ദിൻ ഫസദ്ദിഖൂഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ടായിരുന്ന ഓമന പേരായിരുന്നു അത്, ഉമ്മു അബ്ദിന്റെ മകൻ എന്ന്. ഉമ്മു അബ്ദിന്റെ മകൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിച്ചു കൊള്ളുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. കാരണം സഹാബത്തിന്റെ വിവിധ ചരിത്രം പരിശോധിച്ചാൽ പ്രായപൂർത്തിയായതിനു ശേഷം ഇസ്ലാം സ്വീകരിക്കുകയും, അതും ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും, എന്നിട്ട് 23 വർഷക്കാലം നബിതങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്ത്, പിന്നീട് ഖുലഫാഉർ റാഷിദീങ്ങളുടെ 4 ആളുകളുടെയും ബൃഹത്തായ സംഭവങ്ങൾക്ക് മുഴുവൻ സാക്ഷിയുമായ ഒരു പണ്ഡിതനായ സഹാബി ഉണ്ടെങ്കിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഖുർആൻ അൽ ഫജ്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സുബഹി നമസ്കാരമാണ്, സുബഹിന്റെ ജമാഅത്ത് നമസ്കാരമാണ്. അതിൽ സന്നിധനാകാനാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ ആയത്തിന് നൽകപ്പെട്ട വിശദീകരണം ഇപ്രകാരമാണ്: യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വമലായികത്തും ബിന്നഹാർ, നിങ്ങൾക്കിടയിൽ ഊഴങ്ങൾ വെച്ചുകൊണ്ട് രാത്രിയുടെയും പകലിന്റെയും മലക്കുകൾ മാറി മാറി നിങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
ഫയജ്തമിയൂന ഇൻദ സലാത്തിൽ അസ്ർ വ സലാത്തിൽ ഫജ്ർ. ഈ രണ്ട് നമസ്കാരത്തിന്റെ സമയത്ത് രാത്രിയുടെ മലക്കുകളും പകലിന്റെ മലക്കുകളും സമ്മേളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഡ്യൂട്ടി ചേഞ്ച് ആകുന്ന സമയമാണ്. ആകാശ ലോകത്ത് നിന്നും ഭൂമിയിൽ നടക്കുന്ന അവന്റെ അബദുകളുടെ ഇബാദത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി രാത്രിയിൽ ഇറങ്ങി വന്ന മലക്കുകള് സുബഹിയോടുകൂടി അവർ തിരിച്ചു പോകും. സുബഹി നിസ്കാരത്തും കൂടെ പങ്കെടുത്തിട്ട് ആ രാത്രിയുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് അസർ നിസ്കാരത്തിനാണ് അവർ വരുന്നത്. അസർ നിസ്കാരത്തിന് അവർ സന്നിധരാകും ജമാഅത്തിൽ. എന്നിട്ട് സുബഹി വരെ നിൽക്കും. സുബഹിക്ക് പങ്കെടുത്തിട്ട് പിന്നെ അവർ പോകും. ആ പോയ സഹാബത്ത് അല്ല മലായിക്കത്തുകള് പോകുമ്പോൾ അടുത്ത മലക്കുകൾ ഇതേ സുബഹിക്ക് വന്നിട്ടുണ്ടാകും, പകൽ ഡ്യൂട്ടിക്കാരായ മലക്കുകൾ. അവർ പിന്നെ തിരിച്ചു പോകുന്നത് അസർ നമസ്കാര സമയത്തോടു കൂടിയാണ്. ഇങ്ങനെ രണ്ടു കൂട്ടരും ഈ രണ്ട് നമസ്കാരങ്ങളിലും ജമാഅത്തായിട്ട് മുഅ്മിനീങ്ങളോടൊപ്പം മസ്ജിദുകളിൽ നടക്കുന്ന ജമാഅത്തുകളിൽ മലക്കുകളുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മലക്കുകളുടെ സാന്നിധ്യമുള്ള രണ്ട് നമസ്കാരങ്ങളാണ് ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയത്തും മലക്കുകൾ കയറി പോകുമ്പോൾ അവരോട് അവിടുന്ന് അല്ലാഹു ചോദിക്കും, അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ എന്റെ അടിമകളെ ഏതവസ്ഥയിലാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ആ മലക്കുകള് രണ്ട് വിഭാഗം മലക്കുകളും അല്ലാഹുവിനോട് പറയുന്നത്, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, റഹ്മാനായ പടച്ചവനോട് പറയുകയാണ്, ഞങ്ങൾ അവരിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി ചെല്ലുമ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ജോലി മതിയാക്കി തിരിച്ചു വന്നപ്പോഴും അവർ നമസ്കാരത്തിലാണ്. അല്ലാഹുവേ എന്നോട് പറയുന്നു. ഈ മലക്കുകള് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി, നമ്മളുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആ സമയത്ത് മഗ്ഫിറത്തിന് വേണ്ടി ചോദിക്കുകയും ചെയ്യും. അവർ ആഗ്രഹിക്കുന്നത് നീ കൊടുക്കണമേ, സ്വർഗം കൊടുക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷ നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് ഈ മലക്കുകൾ പറയുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ഈ ആയത്തുകൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞത് എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തെ വിവരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ ജമാഅത്ത് നമസ്കാരം നമ്മൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ട ആവശ്യമില്ല. ഇത് പ്രകാശമാണ് എന്ന് പറഞ്ഞ നിബിധങ്ങൾ. എവിടെ പ്രകാശം? ഈ ദുന്യാവിൽ മാത്രമല്ല, നമുക്ക് എവിടെയൊക്കെ പ്രകാശം ഏറ്റവും ആവശ്യമുണ്ടോ ആ മേഖലകളിലൊക്കെ ഈ പ്രകാശമാണ്. ഖബറിൽ നമുക്ക് കൂരിരുട്ടിൽ നമുക്ക് ജ്വലിക്കുന്ന പ്രകാശമായി അത് മാറും. ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് നമ്മൾ നടക്കുന്ന സഞ്ചാരത്തിലും നമുക്കത് പ്രകാശമായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബശ്ശിരിൽ മശാഈന ബിന്നൂരി താമി യൗമൽ ഖിയാമ ഫിദ്ദുലം. കൂരിരുട്ടുകളിൽ ബശ്ശിരിൽ മശാഈന ഫിദ്ദുലം, ഇരുട്ടുകളിൽ അധികമായി നടന്നു പോകുന്ന മസ്ജിദുകളിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സമ്പൂർണമായ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുവീനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുസ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻനാറു ഖാലിദീന ഫീഹാ. വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്ന ഈ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ആ ദിവസം? വരാനിരിക്കുന്ന ഖബറിൽ നിന്നും നമ്മൾക്കൊരു പുനർജന്മം നൽകി മഹ്ശറയിലേക്ക്, വിചാരണയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്ന രംഗത്തെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളായ സ്ത്രീ പുരുഷന്മാരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുമ്പിലൂടെയും വലതുവശങ്ങളിലൂടെയും ഒക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടുകൂടി അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ യൗമ തറൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് യഖൂലൂന ലില്ലദീന ആമനൂ ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. ഈ ലോകത്ത് നമസ്കാരത്തിന്റെ ഇത്ര കൃത്യമായ ഈ നമസ്കാരത്തിന് പോലും പങ്കെടുക്കാൻ മടിച്ചു നിന്ന ആളുകൾ, അവർക്ക് പ്രകാശം ഉണ്ടാവുകയില്ല. അവർ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പമുണ്ടായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഗണത്തിൽ അവർ മുനാഫിക്കുകളാണ്, കപടന്മാരാണ്. ഈ കപടവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ മുഅ്മിനാത്തുകളായ മുഅ്മിനീങ്ങളുമായ ആളുകളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവരോട് ഇവർ പറയും, നിങ്ങളുടെ പ്രകാശം ഞങ്ങൾക്കും കൂടെ ഒന്ന് പങ്കിടാൻ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തെ ഞങ്ങളും കൊളുത്തട്ടെ,
ഒന്ന് കാത്തിരിക്കീൻ യുൻദുറൂന എന്നിങ്ങനെ പറയപ്പെടും. അവർ പറയുന്ന സന്ദർഭമുണ്ട് എന്ന് പറയും. എവിടുന്നെങ്കിലും കിട്ടുമോ നോക്കിയോളി, ബാക്കോട്ടിന്റെ പൊയ്ക്കോളി, ഞങ്ങളെ കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വിളിപ്പാട് തിരിച്ച് മറുപടിയായി ഉണ്ടായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് രംഗമാണ് ഈ പറയുന്ന ആലോചിച്ച് നോക്കി. സ്വർഗത്തിലെ രംഗമോ നരകത്തിലെ രംഗമൊന്നും അല്ല, നമ്മുടെ ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുന്ന ആ രംഗം വരെ ഇത്ര കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിവരിച്ചു തന്നിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജ്ർ നമസ്കാരത്തിന്റെ ഈ സവിശേഷത പ്രത്യേകമായി എണ്ണി പറയുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ചില ഭവനങ്ങളുണ്ട്, ആ ഭവനങ്ങളെ സൗധങ്ങളെ പടുത്തുയർത്തപ്പെടുവാനും അവിടെ അള്ളാഹുവിന്റെ സ്മരണകൾ അത് സ്മരിക്കപ്പെടുവാനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഭവനങ്ങളിൽ ചില ആളുകളുണ്ട്. റിജാലുൻ, ചില ജനങ്ങളുണ്ട്. യുസബ്ബിഹു ലഹു ഫീഹാ റിജാലുൻ, ആ അള്ളാഹുവിന് വേണ്ടി തസ്ബീഹുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര്, ചില ആൺകുട്ടികളുണ്ട് അവിടെ എന്നാ പറഞ്ഞത്. റിജാലുൻ, ചില ആണുങ്ങളുണ്ട്, അവര് പുരുഷന്മാരുണ്ട്. ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അവർക്ക് ദുന്യാവിന്റെ കച്ചവട തിരക്കുകള്, ദുന്യാവിന്റെ കൊടുക്കൽ വാങ്ങലുകള്, ഇടപാടുകള്, ഈ ദുന്യാവിന്റെ എന്ത് തിരക്കുകളും ഈ മസ്ജിദുകളുടെ സമയങ്ങളിലുള്ള ഈ നമസ്കാരങ്ങളിൽ നിന്നും അവരതൊരിക്കലും അശ്രദ്ധമാക്കി കളയുകയില്ല. എന്നിട്ട് അല്ലാഹു തആല നമ്മളെ പറ്റി വർണ്ണിക്കുന്നത്, ആ മനുഷ്യരുടെ അവസ്ഥകളെ പറ്റി പറയുന്നത്, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും കണ്ണുനട്ടു പോകുന്ന ഭയപ്പാടിന്റെ ആ ദിവസമാകുന്ന ദിനം, നാളെ മഹ്ശറയുടെ ദിനം, ആ ദിനത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിരതരായി മസ്ജിദുകൾ കഴിഞ്ഞുകൂടുന്നു. ബിൽ ഗുദുവി വൽ ആസാൽ യുസബ്ബിഹു ലഹു ഫിഹാ ബിൽ ഗുദുവി വൽ ആസാൽ, അവിടെയും അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ ആളുകൾ പ്രഭാത സമയങ്ങളിലും പ്രദോഷ സമയങ്ങളിലും, പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും, രാവിലെ സുബഹി നമസ്കാരവും അതേപോലെ തന്നെ അസർ നമസ്കാരവും, ഈ രണ്ട് നമസ്കാരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതെന്ന് കാണാൻ സാധിക്കും. ഉദുവ് ആസാൽ, രാവിലെ സമയവും വൈകുന്നേര സമയവും എന്നുള്ളത്. ഇങ്ങനെ ഈ രണ്ട് സമയങ്ങളിലും അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹു തആല പ്രത്യേകം എണ്ണി പറഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 3-4 റിവായത്തുകൾ, ഹദീസുകൾ ഇതിന്റെ ഫദായിലിന് വേണ്ടി നമ്മളോട് ഉണർത്തുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു റിവായത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിവായത്ത് കൂടിയാണ്. യാഖിദു ശൈത്താനു അലാ ഖാഫിയതി അഹദികും ഇദാ നാമ, ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ വേണ്ടി അവന്റെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കൈകാലുകൾ നീട്ടി കിടക്കാനിരിക്കുമ്പോൾ പിശാച് അവനെ സമീപിക്കുകയും ചെയ്യും. പിശാച് അവന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവനെ 3 കെട്ടുകൾ ഇട്ടിട്ട് ഓരോ കെട്ടും കെട്ടി മുറുക്കിയതിനു ശേഷം പറയും, നം അലൈക ലൈലുൻ തവീൽ, ദീർഘമായ രാവുണ്ട്, അതുകൊണ്ട് നീ നന്നായി ഉറങ്ങിക്കോ, സുഖിച്ചുറങ്ങിക്കോളി എന്ന് പറഞ്ഞ് അവന്റെ ഉറക്കത്തിലും ഒരു അശ്രദ്ധനായി അവൻ ഉറക്കിക്കളയും. ഉണ്ടല്ലോ, ഏതൊരു കാര്യത്തിനും അങ്ങനെ ഒരു ചത്തതുപോലെ ഉറങ്ങുന്ന ഒരു ഉറക്കം എന്ത് തന്നെ എന്നാലും വേണ്ടില്ല, ഒരു 8-10 വട്ടം നമ്മളെ പാട്ട് തട്ടി വിളിച്ചെങ്കിലേ നമുക്ക് പിന്നെ അനക്കണ്ടാവുള്ളൂ. ഇനി ഏത് ബാങ്ക്, എന്ത് ഇക്കാമത്ത്, എന്ത് അലാരം, ഇതൊന്നും ചിന്തയില്ലാത്ത രീതിയിലുള്ള ഉറങ്ങുന്ന ഈ ഉറക്കത്തെ നമ്മൾ ഉറക്കിക്കളയുന്നത് പിശാചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കെട്ടിടും. ഓരോ കെട്ടിടുമ്പോഴും പിശാച് പറയും, ആട്ടോ ഉറങ്ങിക്കോ, കണ്ണ് ചുമ്പ് ഉറങ്ങിക്കോ, നീ ദീർഘമായ രാത്രിയുണ്ട്, ആ രാത്രി നീ കണ്ണ് ചുമ്പ് ഉറങ്ങിക്കൊളി എന്ന് പറഞ്ഞ് ശൈത്താൻ 3 കെട്ടിടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഈ 3 കെട്ടുകളെയും നിബിധങ്ങൾ പറയുന്നത്, അവന് അവൻ അല്ലാഹു ഉണർന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി എന്ന ദിക്റുമായിട്ട് ആ ദിക്റും ചൊല്ലി ഉണർന്ന ഉടനെ തന്നെ ഒരു കെട്ട് അവനിൽ നിന്നും ലൂസായി പോയി, അഴിഞ്ഞുപോയി. എന്നിട്ട് എഴുന്നേറ്റതിന് ശേഷം പിന്നെ അവൻ വുളു എടുക്കാൻ വേണ്ടി പോയി. വുളു എടുക്കുന്നതോടുകൂടി അവന്റെ 2ാമത്തെ കെട്ടും അത് അഴിഞ്ഞുപോയി. അങ്ങനെ വുളുവെടുത്തതിന് ശേഷം അവൻ മസ്ജിദിലെത്തി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ അവന്റെ 3ാമത്തെ
കെട്ടും അഴിഞ്ഞുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ഈ 3 കെട്ടുകളും അഴിയുന്നവനായാൽ അവന്റെ ആ പ്രഭാതം മുഴുവനും ആ ദിവസം മുഴുവനും അവൻ വലിയ റാഹത്തിലായിരിക്കും, അവൻ വിശ്രമത്തിലായിരിക്കും, അവൻ സന്തോഷത്തിലും അവൻ മനസ്സിൽ വളരെ ഉന്മേഷത്തിലുമായിരിക്കും. അതല്ല, ഇത് 3ഉം അവൻ അഴിച്ചുവിടാത്ത രീതിയിൽ അവൻ ആ ദീർഘമായ ഉറങ്ങുന്ന സമയത്ത് പിശാച് പ്രേരിപ്പിച്ച ഉറക്കം തന്നെയാണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ അവന്റെ അന്നത്തെ ജീവിതവും അന്നത്തെ ദിവസവും ഒരു ബർക്കത്ത് കെട്ട, ഒരു ശപിക്കപ്പെട്ട ഒരു ദിവസം പോലെ ശകുനമായ ഒരു ദിവസമായി അത് കണക്കാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് ഈ സുബഹി നമസ്കാരത്തിന്റെ പ്രതിഫലം എന്നുള്ളത്. അതിന്റെ പ്രതിഫലം മറ്റു നമസ്കാരങ്ങളെക്കാൾ വളരെ ഇരട്ടികളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅ, ആരെങ്കിലും ഇശാ നമസ്കാരത്തെ ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി ഭാഗം ഹയാത്താക്കി നിന്ന് നമസ്കരിച്ചതിന് സമാനമായ പ്രതിഫലമാണ്. അങ്ങനെ രാത്രി എഴുന്നേറ്റിട്ട് രാത്രി ഒരു 12 മണിക്കൂർ ഉണ്ടെങ്കിൽ 6 മണിക്കൂർ നമ്മൾ ഹയാത്താക്കിയതുപോലെയാണ് ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് ഒരു നമസ്കരിച്ചാൽ എന്ന്. ഇശാ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണത്. തുടർന്ന് നബി നിങ്ങൾ പറഞ്ഞു, വമൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, ആരെങ്കിലും ഫജ്ർ നമസ്കാരത്തെ ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ആ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. അപ്പൊ രണ്ടും കൂടെ നമസ്കരിച്ചാൽ ഒരു രാവും ഒരു അര രാവും 1.5 രാത്രി നമ്മൾ ജമാഅത്തായി നമ്മൾ ഹയാത്താക്കി ഇബാദത്തിൽ മുഴുകിയതിന്റെ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത റിവായത്തിന് നിങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും ജമാഅത്തായിട്ട് സുബഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ അഭയത്തില്, പടച്ചവന്റെ കാരുണ്യത്തില്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് പറഞ്ഞത്. റഹ്മാനായ അള്ളാഹുവിന്റെ സംരക്ഷണം, പടച്ചവന്റെ സംരക്ഷണം കിട്ടിയാൽ പിന്നെ നമുക്ക് ദുനിയാവിന്റെ സൃഷ്ടികളുടെ ആരുടെ സംരക്ഷണം വേണം? നിങ്ങളോട് പറഞ്ഞു, ഓമൻ സല്ല സുബ്ഹ ഫീ ജമാഅ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആര് സുബഹി നമസ്കാരത്തെ ജമാഅത്തായി നിർവഹിച്ചുവോ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് പറഞ്ഞു. അവന്റെ ഉത്തരവാദിത്വത്തിലാണ്. അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം പടച്ചവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് 2 രീതിയിലുള്ള ഉത്തരവാദിത്വമാണ്. നമ്മുടെ ദുന്യാവിന്റെ കാര്യത്തിലും നമ്മൾ മരിച്ചു തന്നാൽ മരണത്തോടുകൂടി നമ്മൾ സമീപിക്കാൻ പോകുന്ന ബർസഖിന്റെ ജീവിതം, പരലോകത്തിന്റെ ജീവിതം, നമ്മൾ ആഗ്രഹിക്കുന്ന നരകമോചനം, ഇതൊക്കെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഇത് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു ഉദ്ധരിച്ച മറ്റൊരു റിവായത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റകഅതാ അൽ ഫജ്ർ ഖൈറുൻ മിന ദുനിയ വമാ ഫീഹാ, ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ, ഫജ്റിന്റെ തൊട്ടു മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ ദുന്യാവും ദുന്യാവിലുള്ള സർവ്വതിനേക്കാളും ഉത്തമമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫജ്റിന്റെ ഫർദ് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത തന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ഖതീബ് നമ്മളോട് ഉണർത്തി ചോദിച്ചിട്ടുള്ളത്. ഫജ്റിന് മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കറിയാം, 10 റക്അത്തുകളാണ് സുന്നത്തിൽ മുഅക്കദായിട്ടുള്ളത്. മുഅക്കദായ 10 ഈ 2 റക്അത്ത് വീതം ളുഹറിന്റെ മുന്നേയും ശേഷവും, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, പിന്നെ സുബഹിക്ക് മുന്നേ ഉള്ള 2 റക്അത്ത്. ഇതാണ് ഏറ്റവും തഅക്കീദായ മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങൾ. എന്നാൽ ഈ 5 നേരങ്ങളിലുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഫജ്റിൻ്റെതാണ്. അത് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് വാജിബാണെന്നാണ് പറഞ്ഞത്. സാധാരണ ഒരു സുന്നത്തൊന്നും അതിനെ പറഞ്ഞു വെച്ചിട്ടില്ല. വാജിബായ സംഗതിയാണ് സുബഹിക്ക് മുന്നേ ഉള്ളത്. അതിന് അദ്ദേഹത്തിന് ഉപോത്ബലകമായ തെളിവുകൾ പുന്നാരപ്പുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെയും യാത്രയിൽ നിബിധങ്ങൾ ഒരു പക്ഷേ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും സുബഹിന്റെ സുന്നത്ത് നിബിധങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നതാണ്. നമ്മൾ കാണാൻ ചില പള്ളികളിലൊക്കെ ഫർദ് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താലും പതുക്കെ 1ാമത്തെ റക്അത്തിൽ ഇമാമിനോടൊപ്പം ചേരാൻ സാധിക്കുമെന്നൊരു ഉറപ്പുള്ളപ്പം വേഗം മാറിയുന്ന ഒരു 2 റക്അത്ത് നിസ്കരിച്ചു പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടാകും. അത് അവരെ പഴിചാരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ഫലം അത്രയാണ്. അത്രയും ശക്തമായ നമസ്കാരമാണ് സുബഹിന്റെ തൊട്ടു മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്നുള്ളത്. അത് നിസ്സാരമായ സംഗതിയൊന്നുമല്ല. അത് ഒഴിവാക്കാതെ ജീവിതത്തിൽ നിഷ്ഠയോടെ കൂടി നമ്മൾ കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നിഷ്ഠയുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് നമ്മൾ
എന്റെ പതിവിലുള്ള ഒരു നമസ്കാരം എന്ന നിലയിൽ അതിനെ നമ്മൾ ഖദാ വീട്ടുന്നതും നല്ലതാണ് എന്നും പണ്ഡിതന്മാരെ നമുക്ക് രേഖപ്പെടുത്തി കാണാൻ സാധിക്കുന്നുണ്ട്. സഹാബത്ത് ഈ വിഷയത്തിൽ വലിയ സൂക്ഷ്മാലുക്കളായിരുന്നു. സഹാബത്തിന്റെ ജീവിതത്തെ പരിശോധിച്ചു നോക്കിയാൽ അവര് ഫജ്ർ നമസ്കാരമാകുന്ന ഈ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടി അവർ എത്ര പ്രാമുഖ്യത നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ അത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇക്കാലത്തെ പോലെ സംവിധാനങ്ങളില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി പരസ്പരം ഒരു കോത്ത് കെട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവർക്ക്. ഇങ്ങനെ ചങ്ങാതിമാരുണ്ടാവുമല്ലോ, നമ്മൾ കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തീറ്റക്കും പരിപാടിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കല്. പള്ളി ചിലപ്പം ഇവിടെ ആയിരിക്കും, വീട് നമ്മളുടെ അവിടെയായിരിക്കും. നേരെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പള്ളിയിലെത്താൻ ആകെ 2-3 മിനിറ്റേ ഉള്ളൂ. എന്നാലും അപ്പുറത്തുള്ള എന്റെ സുഹൃത്തുക്കളായ 4-5 ആളുകളെയൊക്കെ ഒന്ന് ചിലപ്പോൾ ഉണർന്നിട്ടില്ലെങ്കിൽ ഉണർത്തിയിട്ട് വീട്ടിലേക്ക് പള്ളിയിലേക്ക് എത്താമെന്നുള്ള ഒരു സംവിധാനം. അങ്ങനെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം സഹാബത്തിലുടനീളം കാണാറുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എന്നിട്ട് സംഭവങ്ങൾ ഉദ്ധരിച്ചു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു കാന യുനാദി ഫിൽ ആസിഫ. അലി റളിയല്ലാഹു തആല അൻഹു ഈ ഗല്ലികളായി ഇടതൂർന്ന ജനങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ചേർന്ന് താമസിക്കുന്ന ഏരിയകൾ, ഈ ഗല്ലികളിലൂടെ അലി അള്ളാഹു അത്യുച്ചത്തിൽ അസ്സലാ 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 എന്ന് പറഞ്ഞിങ്ങനെ ഒരു പോക്കുണ്ടായിരുന്നു അലി അള്ളാഹുവിന്. നല്ല ഒച്ചയിലങ്ങ് വിളിച്ചു പറഞ്ഞു പോകുന്ന ആളത്. അത് ചെറിയ സംഗതിയൊന്നുമല്ല സഹോദരമാണ്, സാര സംഗതിയല്ല. അതിനൊക്കെ നേതൃത്വം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നിഷ്കളങ്കരായ ചില മൊല്ലാക്കന്മാരുണ്ട് പഴയ കാലങ്ങളിലൊക്കെ. നമ്മളെ ഈ സ്പീക്കറും മൈക്കും കണ്ടു കാര്യം ഈ ഒച്ചയുള്ള ബാങ്കും ഇതൊക്കെ അല്ലാത്ത ഒരു കാലഘട്ടത്തില് ഇതൊക്കെ തന്നെയായിരുന്നു സംവിധാനം. കാഞ്ഞാറിൽ ഒരു പ്രസിദ്ധനായ ഒരാളുണ്ടായിരുന്നു മുമ്പ്, നമ്മുടെ ഇടുക്കി ജില്ലയുടെ കാഞ്ഞാറ് പ്രദേശത്ത്. അദ്ദേഹം ഒരു വിളക്കും കത്തിച്ചിട്ട് വലിയ റാന്തലും കത്തിച്ചിട്ട് ഒരു മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന ഒരു തപ്പൊക്കെ വെച്ചുകൊണ്ട് അതെങ്ങനെ മുട്ടി അസ്സലാത്തു ഖൈറും മിനന്നൗം അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും അദ്ദേഹം ഈ വീടുകളുടെ പരിസര പ്രദേശങ്ങളുടെ കറങ്ങിയിട്ടാണ് പള്ളിയിൽ പോയിട്ട് പിന്നെ പള്ളിയിൽ അദ്ദേഹം എത്തിപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മഹാമനുഷ്യന്റെ പുത്രനാണ് മൂസ മൗലാന എന്ന് പറയുന്ന ആ മനുഷ്യൻ. നമ്മൾ അറിയേണ്ടതുണ്ട്, ആയിരങ്ങളുടെ ഹിദായത്തിനും ഒരു 50ഓളം മദ്രസകൾക്കും കാരണക്കാരനായ ഒരു വലിയ മഹാമനുഷ്യൻ. ഈ ദാവത്ത് താമ്മ എന്നാണ് നമ്മൾ പറയുന്നത്, നമസ്കാരത്തിലേക്കുള്ള വിളി. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദാവത്തി താമ്മ, സമ്പൂർണമായ വിളിയുടെ രക്ഷിതാവേ എന്നാ പറയുന്നത്. ദാവത്തിന്റെ ഒരു വലിയ പടിയാണ് നമസ്കാരത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു ഉണർത്തി കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ബസറയിൽ കൂഫയുടെ ഭാഗത്ത് ഗവർണറായി നിയോഗിക്കപ്പെട്ട സമയത്ത് ചില ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും, അബൂ മൂസ അൽ-അശ്അരി അടക്കമുള്ള പ്രസിദ്ധരായ സഹാബാക്കളിൽ പലരും അവരിങ്ങനെ സംഘടിച്ച് മഹാനവറുകളുടെ കൂടെ ഇങ്ങനെ ചേർന്ന് സുബഹിക്ക് ഇങ്ങനെ സംഘമായി പോകാൻ വേണ്ടി അവർ ഒരുങ്ങിക്കൂടുമായിരുന്നു. കാരണം ഇത്രത്തോളം വെളിച്ചമില്ലാത്ത കാലത്ത് ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ചില വെളിച്ചവും ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാവരുടെയും കൂടെ പോക്ക് ഒരു വെളിച്ചത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘടിതമായി ഇങ്ങനെ സുബഹിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടു പഠിക്കൽ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ വിവിധ സ്ഥലത്ത് വന്ന് ഇങ്ങനെ പോയ ചരിത്രങ്ങളൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പള്ളിയിലേക്ക് നമ്മൾ വരാൻ തുടങ്ങിയാല് നമ്മുടെയൊക്കെ പള്ളികളിൽ നിന്ന് ജുമാനേക്കാൾ ആളുകൾ സുബഹിക്കുണ്ടാവും അല്ലേ? ആണല്ലോ വേണ്ടത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ചില ആളുകളോട് ചോദിക്കും, എന്താ സഹോദര കുറെ ദിവസങ്ങളായിട്ടോ കാണുന്നില്ലല്ലോ. അപ്പൊ പറയും, ഞാൻ ജോലിയിലായിരുന്നു ഒറ്റടുത്ത് എന്നൊക്കെ പറയും. അപ്പൊ സുബൈന്റെ സമയത്ത് പണിയെടുത്ത് കൂടിയെന്ന് ചോദിക്കുമ്പോ അപ്പൊ മറുപടി ഒന്നുമില്ല. അല്ലാത്ത സമയത്ത് ളുഹർ സമയത്തും ഇശാ സമയത്തും മറ്റു സമയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് മനുഷ്യൻ പല സ്ഥലത്താകാൻ സാധ്യതയുണ്ട്. പക്ഷെ സുബഹിക്ക് ഒരു മനുഷ്യനും മിക്ക മനുഷ്യന്മാരും അവനവന്റെ വീടുകളിൽ ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കളയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മസ്ജിദുകള് ഏറ്റവും ശുഷ്കിച്ച വക്തുകള് സുബഹിന്റെ സമയമായി മാറിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതാരുടെ തകരാറെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ധർമ്മമാണ്, ഏറ്റവും വലിയ ഒരു ഖുർബാനാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിരിപ്പും
ആ തണുപ്പ് സമയങ്ങളിൽ നന്നായി ഉറക്കപ്രിയമുള്ള സമയവും അത് ഒന്ന് അല്പം അള്ളാഹുവിന് വേണ്ടി പടച്ചവന്റെ ഇബാദത്തിന് വേണ്ടി നമ്മളൊന്ന് വിട്ടുകളയാനും അതൊന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ പാർശ്വത്തെയും അവിടുന്ന് ഉണർത്തുവാനും എഴുന്നേൽപ്പിക്കുവാനും നമ്മളൊന്ന് ശ്രമിക്കുക തന്നെ വേണം. കാരണം ഇഷ്ടമുള്ളത് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോഴാണ് അത് ഖുർബാനാകുന്നത്, ത്യാഗമാകുന്നത്. ഇഷ്ടമുള്ളത് അല്ലാതെ എല്ലാവരും ഒരു വെള്ളിയാഴ്ച ദിവസം എപ്പോഴെങ്കിലും ഒക്കെ എല്ലാവരും കൂടെ കൂടുമ്പോ നമ്മളെ സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളൊക്കെ കൂടുമ്പോ കാണാം എല്ലാവരും ഇങ്ങനെ ഒരു മഗ്‌രിബിന് വള്ളി പോകുമ്പോൾ മഗ്‌രിബിന് ഇങ്ങനെ എഴുന്നിട്ട് പോകും. ഒരു മഗ്‌രിബ് തന്നെ ഉള്ളൂ, വേറെ ദിവസവും ആഴ്ചയും വേറെ ദിവസവും കാണില്ല. അങ്ങനെ കുറെ എപ്പോഴെങ്കിലൊക്കെ എത്തി നോക്കുന്ന ആളുകളുണ്ട് മസ്ജിദുകളിൽ. ഇതൊരു ഖുർബാനൊന്നുമല്ല. അതേപോലെ സുബഹിന്റെ സമയം എല്ലാവരും ജുമാക്ക് ഇങ്ങനെ പോകുന്നു, പോയില്ലെങ്കിൽ എന്ത് വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുളിച്ച് മാറ്റിയിട്ടുള്ള ഒരു പോക്ക്, ഒരു പെരുന്നാൾ പോലുള്ള ഒരു പോക്ക് മാത്രമാക്കി ജുമയിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഖുർബാനായി മാറുന്നില്ല. നമുക്ക് ഏറ്റവും വലിയ ഖുർബാൻ നമുക്ക് സഹിച്ച് പ്രയാസപ്പെട്ട് നമുക്ക് നന്നായി ഉറക്കമുണ്ട്, ആ ഉറക്കമെല്ലാം ക്ഷീണമെല്ലാം അകറ്റി മാറ്റി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പാർശ്വത്തിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പോകണം. അതാണ് ദുനിയാവിന്റെ ജീവിതം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയവൻ അവൻ എന്തിനാണ്, നിങ്ങളിൽപ്പെട്ട ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നവനെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ, ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ജീവിതവും മരണവും നിശ്ചയിച്ചവൻ. നമ്മുടെ ഈ ദുന്യാവിന്റെ ജീവിതം നമുക്കൊരു പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളാണ് നമ്മുടെ ഓരോ വക്ത് നമസ്കാരങ്ങളിലും നമ്മളെ പ്രയാസം സഹിച്ച് ക്ഷീണം നമ്മൾ തട്ടിമാറ്റി ഉറക്കമൊക്കെ ഉള്ളതിനോടൊപ്പവും നമ്മൾ കുറഞ്ഞ ഒരു ഖുർബാന് വേണ്ടി തയ്യാറാവുക എന്നുള്ളത് അതിന് വലിയ രുചിയാണ്, മാധുര്യമാണ്. ആ ഒരു ഖുർബാൻ നമ്മള് പ്രയാസത്തോടു കൂടി നമ്മളത് സഹിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല തന്നെ പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വങ്ങളെ അവരവരുടെ കടപ്പറകളിൽ നിന്നും വിഷമത്തോടുകൂടി തന്നെ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരവരുടെ പാർശ്വങ്ങളെ അവർ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുന്നു, ഖൗഫൻ വതമഅൻ, ആഗ്രഹത്തോടെയും ഭയത്തോടുകൂടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. നാളെ പരലോകത്ത് അള്ളാഹു വിളിച്ചു ചോദിക്കുന്ന ചോദ്യവുമാണ് ഐനല്ലദീന തതജാഫാ ജുനൂബുഹും, ഈ കൂട്ടർ എവിടെയെന്ന് അല്ലാഹു തആല വിളിച്ചു ചോദിക്കും. അപ്പോ ഒരു സംഘം എഴുന്നേൽക്കും. നബി തങ്ങൾ പറഞ്ഞു, വഹും ഖലീൽ, ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മഹ്ശറയിൽ നിന്നും ഉത്തരം നൽകി എഴുന്നേൽക്കുന്ന സംഘം വളരെ കുറച്ചായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ത്യാഗത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്ത് നമ്മുടെ ശരീരവും നമ്മുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ എപ്പോഴും നന്മയിലേക്കല്ല നമ്മളെ ആഗ്രഹിപ്പിക്കല്, തിന്മയിലേക്കാണ്. ആ തിന്മയിലേക്ക് നമ്മളെ കൂടുതൽ ആഗ്രഹിപ്പിക്കുന്ന നഫ്സിന് അല്ലാഹു തആല ഇട്ടിരിക്കുന്ന പേര് അമ്മാറത്തും ബിസ്സൂ എന്നാണ്. സൂഇന് വേണ്ടി ഏറ്റവും കൂടുതൽ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന നഫ്സ്, ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ അങ്ങനത്തെ ഒരു നഫ്സിന് അടിമപ്പെടുന്നവനാകാൻ പാടില്ല. നമുക്കറിയാം, ഈ ഒരു ഉറക്കം അങ്ങേയറ്റം പോയാൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ നേരത്തെ ഉറക്കം, അതൊന്ന് അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഖുർബാൻ ചെയ്താൽ എന്റെ ജീവിതത്തിന്റെ അന്ത്യമില്ലാത്ത ഒരു ഖബറിന്റെ ജീവിതത്തിലേക്ക്, ഒരു പ്രകാശത്തിന് വേണ്ടിയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ആ പ്രകാശത്തും ആ ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുമ്പോൾ എനിക്ക് ലഭിക്കാനുള്ള നൂറ് പ്രകാശമാണ്. ആ പ്രകാശത്തിന് വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മസ്ജിദുകളിലേക്ക് പോയാൽ ഭയമില്ലാതെ പുരുഷനായി നമുക്ക് സക്കറാത്തുൽ മൗത്തിന്റെ സമയത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണമായി ഒരു മുഖീമുസ്സലാത്തായി നമ്മളെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പലപ്പോഴും ഇത്തരം വഖ്ത് ജമാഅത്തുകളിൽ നിന്നും നമ്മളെ അശ്രദ്ധമാക്കി കളയുന്ന കാര്യകാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളായിരിക്കും. നമ്മളെ ഈ നമസ്കാരത്തിൽ നിന്ന് വിടുതിയായി വിട്ടുകളയുന്ന, നമുക്കതിന് തൗഫീഖ് ലഭ്യമല്ലാത്ത വിധം നമ്മളെ അശ്രദ്ധമാക്കി കളയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പാപകർമ്മങ്ങളുമായിരിക്കും. നമ്മളെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും, വിശിഷ്യ രാത്രി ഉണർന്ന് നമസ്കരിക്കേണ്ട ഈ സുബഹി നമസ്കാരത്തിൽ നിന്നും നമ്മളെ
തടഞ്ഞു നിർത്തുന്നത് പലപ്പോഴും നമ്മളുടെ അതിന്റെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുറ്റകൃത്യങ്ങളായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉദ്ധരിച്ച ഒരു അരുൾ ചെയ്ത ഒരു ഹദീസ്, അതിനു വേണ്ടി അദ്ദേഹം ഖുത്ബയുടെ അവസാനത്തെ ഖുത്ബയിലൂടെ നമ്മളോട് പറഞ്ഞു വന്നു. നബി തങ്ങളോട് പറഞ്ഞു, ഒമൻ അസാഅ ഫീ ലൈലിഹി ഊഖിബ ഫീ നഹാരിഹി ഒമൻ അസാഅ ഫീ നഹാരിഹി ഊഖിബ ഫീ ലൈലിഹി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ചെയ്യുന്ന അവന്റെ അന്നത്തെ രാത്രി മോശമായതെന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിന്റെ കെടുതി അന്നത്തെ പകൽ അവൻ അനുഭവിക്കപ്പെടുന്നതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഊഖിബ ഫീ നഹാരിഹി, അന്നത്തെ രാത്രി ചെയ്യുന്ന തെറ്റിന് അന്നത്തെ പകല് അവന് ശിക്ഷിക്കപ്പെടുന്നു. അതേപോലെ തിരിച്ചും ഒമൻ നസാഅ ഫീ നഹാരിഹി ഊഖിബ ഫീ ലൈലിഹി, അന്നത്തെ ഒരു പകൽ അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിന്റെ ശിക്ഷ അന്നത്തെ രാത്രി അവന് അനുഭവിക്കപ്പെടുമെന്ന് നബി നിങ്ങൾ പറഞ്ഞിരിക്കും. എന്നാൽ നാളെ പരലോകത്തേക്കോ മഹ്ശറിലേക്കൊക്കെ പോകുന്ന തെറ്റ് അതിന്റെ ശിക്ഷ വേറെയാണ്. എന്നാൽ ഉടനടി ലഭിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആരെങ്കിലും രാത്രികളിൽ തെറ്റിൽ നിരതനായാൽ അവന് സുബഹി നിസ്കരിക്കാൻ പോലുമുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കാത്ത വിധം അവനെ അല്ലാഹു തആല അകറ്റിക്കളയുമെന്നാണ്. ആര് രാത്രികളിൽ പകലുകളിൽ തെറ്റുകളിൽ അകപ്പെട്ടാൽ അന്നത്തെ രാത്രി നമസ്കാരത്തിന് അവൻ ഇടം നൽകപ്പെടാത്ത വിധം ഇബാദത്തുകളിൽ നിന്നും അവനെ അകറ്റപ്പെടാൻ സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഈ ഇഖാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഹദീസ് പണ്ഡിതന്മാർ ഇതിനെ വിവരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് ഖുത്ബയിലൂടെ ഖത്തീബ് നമ്മളോട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുക. പരമാവധി കുറ്റങ്ങളിൽ നിന്നും നമ്മൾ അകലുമ്പോൾ നന്മയിലേക്ക് നമ്മളെ അല്ലാഹു തആല കൈപിടിച്ച് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരത്തെ ശരിയാം വിധം ഇഖാമത്തുസ് സലാത്ത് നമസ്കാരത്തെ മുഖീമായി സമ്പൂർണമായും നമസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നമസ്കാരത്തിന്റെ എല്ലാ പവിത്രതകളും ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമസ്കാരത്തിന്റെ ഇഖാമത്തിന്റെ പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരത്തിന്റെ പവിത്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുന്യാവിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രയോജനമാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, വ്യക്തിപരമായാലും സാമൂഹികമായാലും സംഘടനാ തലങ്ങളിലായിരുന്നാലും ശരി, എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമകേടുകളും അക്ഷമകളും ഇല്ലാതെ അല്ലാഹു തആല അടിയുറച്ച നിലപാടോടുകൂടി ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് ഗമിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുവ ഇദാ മസ്സഹു ശർറു ജസുആ വഇദാ മസ്സഹുൽ ഖൈറു മനുവാ ഇല്ലൽ മുസല്ലീന അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. സൂറത്തുൽ മആരിജിന്റെ ഈ ആയത്തുകൾ വളരെ പ്രസക്തമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് അശക്തനാണ്. അവനെ അശക്തതയോടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്ഷമകേട് കാണിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല എന്താണ് ഹലു എന്ന് പറഞ്ഞ് രണ്ട് രൂപങ്ങളാണ് മനുഷ്യനുള്ളത്. ഒന്ന്, അവന് നല്ല അവസ്ഥയിലാണെങ്കിൽ ആ നല്ലത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ പിശുക്ക് കാണിക്കും മനുഷ്യൻ. അതേപോലെ അവന് കേടായ അവസ്ഥകളാണ് അവൻ അഭിമുഖീകരിച്ചതെങ്കിൽ രോഗം, കഷ്ടതകൾ, പ്രയാസങ്ങൾ, വിമർശനങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ളവരാൽ തന്നെ പീഡിപ്പിക്കപ്പെടൽ, ശത്രുക്കളാലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യനെ ഉപദ്രവിക്കപ്പെടൽ, ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാകുമ്പോൾ വൈദാ മസ്സഹു ശർറു കാന ജസുആ, മനുഷ്യനെ ഷർറുകൾ പിടികൂടുമ്പോൾ മനുഷ്യൻ അക്ഷമാലുവായി മാറുന്നു എന്നാണ്. പൊറുതിമുട്ടി ക്ഷമകേടുകൾ കാണിക്കുന്നവനാണ്. ഇതൊക്കെയാണ് മനുഷ്യന്റെ ആകത്തുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഊട്ടപ്പെട്ടവനാണ് ഈ സ്വഭാവത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു ദുശ്ശീലത്തിൽ നിന്നും അള്ളാഹു അകറ്റി വെച്ചിരിക്കുന്നത് ഇല്ലൽ മുസല്ലീന അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠതയുള്ള മുസല്ലികൾ ഒഴികെ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇത് പിടികൂടുകയില്ല. മാനസികമായ ദൗർബല്യങ്ങളുടെ പേരിൽ ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ പോലും മനുഷ്യൻ പതറിപ്പോകുന്നുണ്ടെങ്കിൽ ആ പതർച്ച പോലും
ആ ഒരു തളർച്ച പോലും പിടികൂടാത്ത വ്യക്തിത്വം എന്ന് പറയുന്നത് മുസല്ലികളാണ്, നമസ്കാരത്തിൽ കൃത്യത കാണിക്കുന്നവരാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ അഭിമുഖീകരിക്കാം പലതുകൊണ്ടും നമുക്കുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ആ പ്രതിസന്ധികളിലൊക്കെ നമ്മളെ പിടിച്ചു നിർത്തണമെങ്കിലും നമ്മളായി നിയന്ത്രിക്കപ്പെടണമെങ്കിലും നിയന്ത്രണമറ്റുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അകപ്പെടാതിരിക്കണമെങ്കിലും നമസ്കാരം നമ്മളെ കാത്തുകൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ നമസ്കാരത്തിന്റെ ദാഇമത്തും നമസ്കാരത്തിന്റെ ഇഖാമത്തുമൊക്കെ നമുക്കെല്ലാം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളെ അല്ലാഹു തആല ആജിലായ ശിഫ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഏതെല്ലാം കുടുംബങ്ങളുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം സമാധാനത്തിന്റെ ശാശ്വതമായ ഷിഫയുടെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.